എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ജാസ്മിന്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, അൺവാണ്ടഡ് ആയിട്ട് ജാസ്മിനെ കുത്തി അല്ലെങ്കിൽ ജാസ്മിനെ പറ്റി ഇല്ലാതാക്കിയത് വിവിയാണ്. എല്ലാം വിശ്വസിച്ച് ജാസ്മിൻ അക്കൗണ്ട് അടക്കം കൊടുത്ത് എല്ലാം മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു പോയ ഒരാള് ജാസ്മിനെ പിന്നൊന്ന് കുത്തലിന്റെ വഴി നിങ്ങൾ മനസ്സിലാക്കണം. ജാസ്മിൻ കൃത്യമായിട്ട് ഞാൻ റീ എൻട്രി ചെയ്ത സമയത്ത് ഗബ്രി പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ജാസ്മിൻ സംഗതി മനസ്സിലായി. ജാസ്മിനെ വന്ന് കരഞ്ഞു വെട്ടിപ്പിടിക്കേണ്ടായേ. ജാസ്മിൻ ഇപ്പൊ അതിനകത്ത് വന്നപ്പോ എനിക്ക് താങ്ക്സ് പറഞ്ഞു, എനിക്ക് കയ്യ് വന്നു. ലൈക്ക് ഞാൻ എന്റെ ഫ്രണ്ടിന് ഞാൻ ഹെൽപ്പ് ചെയ്തതിന് എനിക്ക് എവിടെയും എന്തില്ല, ഒരു റിഗ്രറ്റ് ഇല്ല. ഞാൻ ജാസ്മിന്റെ കൂടെ ഇനിയും നിൽക്കും. കാരണം ആ വീടിനകത്ത് ജാസ്മിൻ അനുഭവിച്ച, ഗബ്രി അനുഭവിച്ച, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും അനുഭവിച്ച സിറ്റുവേഷൻസ് കണ്ട ഒരാളാണ് ഞാൻ. ഇവിടെ ഏറ്റവും വലിയ ചതി നടന്നത് എവിടെയാ? ആ വീടിനകത്ത് ജാസ്മിൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുമ്പോൾ സ്വന്തം PR അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ട് എന്നുള്ള രീതിക്ക് ജാസ്മിന്റെ എല്ലാ കാര്യവും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെ ജാസ്മിന്റെ ഫാമിലിക്കെതിരെയും ജാസ്മിനെതിരെയും തിരിഞ്ഞു കൊത്തുമ്പോഴല്ലേ ജാസ്മിൻ ഇല്ലാതായത്. അത് ചെയ്തത് വിവിയല്ല. ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും, ബിബി കാണുന്ന ജനങ്ങൾക്കൊക്കെ ജാസ്മിനോട് ഒരു ഹെയ്റ്റ് തോന്നുമ്പോൾ ആ ഹെയ്റ്റിന് ഫ്യൂവലുള്ള പരിപാടിയാണ് ആര് ചെയ്തത്? വിവി ചെയ്തോണ്ട്.